യേശുവെ നന്ദി. എൻ്റെ പേര് അനു. ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു. ഞാൻ ജനുവരി 21 കൂടിയാണ് അത്ഭുത ജപമാല കൂടി തുടങ്ങിയത്. 33 ദിവസത്തെ ജപമാല കൂടിയതിന് ശേഷം എനിക്ക് ചാലക്കുടിയിൽ വെച്ച് പരിയാരത്ത് വെച്ച് അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി. അവിടുന്ന് ബ്ലെസ്സിങ്ങിന് ചെല്ലുമ്പോൾ എനിക്ക് വീടിന് ജപ്തി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു എനിക്ക് ജപ്തിയാണ് എന്ന് പറഞ്ഞു ബ്ലെസ് ചെയ്തപ്പം. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു 90 ദിവസത്തെ അത്ഭുത ജപമാല കൂടാൻ പറഞ്ഞു. ഞാൻ കൂടി. 89ാമത്തെ ദിവസം എനിക്ക് അച്ഛൻ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു അനുവിൻ്റെ സാമ്പത്തിക മേഖലയിൽ ദൈവം ഇടപെടണമെന്ന് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ച് സ്ഥലം പുൽകൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ 3 വർഷമായിട്ട് അവിടെ പുല്ല് കൊടുക്കണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കത് ഉപയോഗശൂന്യമായിട്ട് കിടന്ന സ്ഥലമാണ്, ആ പുല്ലാണ്. അപ്പോൾ അതിന് പാറമടയിൽ നിന്ന് ആൾക്കാർ വന്ന് പറഞ്ഞു ഈ പുല്ല് ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് എന്ത് വില തരണമെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്കത് ആവശ്യമില്ലാത്തതിന് നമ്മൾ വിലയൊന്നും പറഞ്ഞില്ല. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം പലിശ അടയ്ക്കാനുള്ള പൈസ അതിൽ നിന്ന് അവരുടെ കിട്ടാണ് നമുക്ക്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് SLE എന്ന് പറഞ്ഞിട്ടൊരു അസുഖമാണ്. അപ്പോൾ തണുത്ത വെള്ളമൊന്നും തൊടാൻ പറ്റില്ല. ഉത്തരിയം അവിടെ നിന്ന് ഞാൻ ചാലക്കുടി ചെന്നപ്പോൾ ഉത്തരിയം മേടിച്ച് അത് ധരിച്ചായിരുന്നു. തേനും ഒലിവ് ഓയിലും മേടിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ടാബ്ലറ്റൊക്കെ കഴിക്കുമ്പോൾ തേൻ കൂട്ടി ടാബ്ലറ്റ് കഴിക്കും. ഒലിവ് ഓയിൽ ഉപയോഗിച്ച് ആഹാരപദാർത്ഥങ്ങളിലൊക്കെ ഒലിവ് ഓയിൽ ചേർക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് എനിക്ക് 11 വർഷമായിട്ട് തണുത്ത വെള്ളത്തിൽ കുളിക്കാനൊന്നും പറ്റില്ല, തൊടാൻ പറ്റില്ല തണുത്ത വെള്ളം. ഇപ്പോൾ യാതൊരു കുഴപ്പമില്ല, തണുത്ത വെള്ളത്തിലാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ 20 വർഷമായിട്ട് പൈൽസ് ഉണ്ടായിരുന്നു. ഈ പൈൽസ് ടോയ്ലറ്റ് പോകുമ്പോൾ എന്ത് ടെൻഷൻ വന്നാലും അപ്പം തന്നെ ഒത്തിരി ബ്ലീഡിങ് ആവുമായിരുന്നു. പിന്നെ ലൈറ്റ് കളർ ഡ്രസ്സൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ അതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി. ഇപ്പം എനിക്കൊരു യാതൊരു കുഴപ്പമില്ല. ഈ സാമ്പത്തിക മേഖല എങ്ങനെയാണ് ഇടപെട്ടത്? സ്ഥലം വിറ്റ് പോയാ? ഇല്ല, പുല്ലിൻ്റെ അത് പോയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ബാങ്കിൽ നിന്ന് ജപ്തി വന്നു. അപ്പോൾ ഈ 24-ാം തീയതിയാണ് ജപ്തി പറഞ്ഞിരുന്നത്. നവംബർ മാസം ഞാൻ ഇവിടെ ധ്യാനം ബുക്ക് ചെയ്തു. അത് കഴിഞ്ഞ് 21-ാം തീയതിക്ക് സാധനങ്ങളൊക്കെ വീട്ടിൽ നിന്ന് മാറ്റണം, ജപ്തിയാണെന്ന് പറഞ്ഞ് ബാങ്കുകാർ പല പ്രാവശ്യം വന്നു. അവർ ചോദിച്ചു ഈ വീട് എന്തും കൊണ്ടാണ് ജപ്തി ചെയ്യാൻ പറ്റാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ 1 വർഷമായി അവർ എൻ്റെ പിന്നാലെ തന്നെ ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കൊണ്ട് ഈ പൈസ എല്ലാം അറേഞ്ചായി. 21-ാം തീയതിക്ക് എല്ലാ എമൗണ്ട് അടച്ചു. 23-ാം തീയതി ഞാനിവിടെ ധ്യാനത്തിന് വന്നു. ദൈവമേ എൻ്റെ തല എങ്ങും കുനിക്കല്ലേ എന്ന് ഞാൻ എന്നും പറയായിരുന്നു. ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു അവിടെ വെച്ച്. പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഇതുപോലെ തന്നെ സുഖമില്ലാതെയായി. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചപ്പം മെഡിസിനൊന്നും എന്താ അസുഖമൊന്നും ഡോക്ടേഴ്സിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. 3 ദിവസം ട്രീറ്റ്മെൻറ്റൊന്നും ചെയ്തില്ല. ഹോസ്പിറ്റലിൽ മാറ്റണമെന്ന് കരുതി കഴിഞ്ഞപ്പോൾ ചൊവ്വാഴ്ച ഇവിടുത്തെ അത്ഭുത ജപമാല കൂടിയിരുന്നപ്പോൾ ഒരു സൈഡ് സ്റ്റിഫായിരുന്നു ആളെ പിടിക്കണം, എന്നെക്കൊണ്ട് പിടിക്കാനും പറ്റില്ലായിരുന്നു. അപ്പോൾ അച്ഛൻ വിളിച്ച് ഇവിടുന്ന് പറയാണ് ഛർദിയായിട്ട് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചാണ് ആളെന്ന് പറഞ്ഞ്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പറഞ്ഞു അങ്കമാലി എന്നൊരു സ്ഥലത്തിരുന്നൊരു വ്യക്തി പ്രാർത്ഥിക്കുകയാണ്, അയാളുടെ സ്പോണ്ടോലിസിസ് മാറാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ കോളർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആൾ സ്വയം എണീറ്റ് നടക്കാൻ തുടങ്ങി. ഇത്രയേറെ അനുഗ്രഹം തന്ന